ഏട്ടാ ഇത് ചേട്ടനെ എവിടെ വെച്ചിട്ടേന്ന് ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റൂ, പണിമൂല ക്ഷേത്രത്തിൽ വെച്ച്. സാറേ സാറിന് പണിയായി. ഇനി ഒരു മൂലയിൽ ഇരിക്കാം. അയ്യോ മൂല ഇരുത്തി കളഞ്ഞോടാ കള്ള കാമുക. എന്നാലും ഞാൻ ഏട്ടനെ ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കണ്ടടാ അവിടെ കള്ള കാമുക കൈ പിടിച്ചപ്പോ നമുക്ക് വേദനയില്ല, കരച്ചിലില്ല, പൊട്ടിക്കരച്ചിലുമില്ല. അയ്യോ എന്റെ വിമലേ, എന്റെ വിമലേത്. വിമലെന്നോ? അയ്യോ എന്റെ വിരലേന്ന്. കറക്റ്റ് തെറ്റിക്കാത്ത കാര്യമാണ്. ഒന്നും പേടിക്കാതെ, ഞങ്ങളെ കുറച്ച് സമയം സെന്റിമെന്റൽ ആയി പോയി, അതാണ്. ഇങ്ങനെയാണെങ്കിൽ സാറിന് മെന്റലാവും. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് ഊരാ നോക്ക്. പെട്ടെന്ന് ഒരു KSTP ഫ്യൂസ് ഒന്നുമല്ല, ഒരു പെൺകുട്ടിയുടെ വിരലിൽ കുടുങ്ങി കിടക്കുന്ന മോതിരമാണ്. അതിനല്പം ക്ഷമ വേണം, സമാധാനം വേണം, സാവകാശം വേണം, അല്പം ധ്യാനം വേണം. കണ്ട മനഃപൂർവ്വം ലാഗടിപ്പിക്കുക. അത്ര നേരം ഇവിടെ കൈ പിടിച്ചോണ്ടിരിക്കാല്ലോ. കുറച്ച് അടുത്തേക്ക് ഇരിക്കൂ. അസ്ത്രം അടുപ്പിക്കട്ട. അസ്ത്രോ? അത്ര അടുപ്പിക്കട്ടെന്ന്. അടുപ്പിക്കാതെ ഊരണം എങ്ങനെയാണ്? അപ്പൊ കയ്യെ കൊണ്ട് ഞെട്ടി കൊറി. ഓഹോ, രാഗേണ്ടി വരും. സാറിന്റെ ഭാര്യ കളഞ്ഞിട്ട് പോകുമ്പോ സാറ് മുടിഞ്ഞ പോവും. എന്താണെന്നേ പറയണേ? സാറിന്റെ പ്രാവാൻ പറഞ്ഞു. രാവനല്ല, ഈ അരം വെച്ച് രാഗണമെന്നാണ് പറഞ്ഞത്. വേണ്ട, രാവണ്ട. ചില സമയങ്ങളിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആരും പോകാത്ത വഴിയിലൂടെ സഞ്ചരിച്ചിരിക്കും. അതെ, ഞാനിത് പല്ല് കൊണ്ട് കടിച്ച് ഊരിയെടുത്തു തരാം കേട്ടാ. കണ്ട കണ്ണ് തെറ്റിയപ്പോഴത്തേക്ക് എടേ ഈ ഫയർഫോഴ്സിന് വേറെ ടൂൾസ് ഒന്നും ഇല്ലടേ. ചില സമയത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പല്ലെന്നൊക്കെ ഉപയോഗിച്ച് തന്നെ രക്ഷപ്പെടുത്താനൊക്കെ ഇരിക്കും. ചിലപ്പോ അങ്ങനെ ചെയ്ത് നിന്റെ പല്ലടിച്ചാൻ പൊഴിക്കും. എന്തോന്ന് പകുതി വരെ ഊരി വന്നാണ്. ചേട്ടാ ഇതൊന്ന് ഊരി എടുക്കട്ടെ ചേട്ടാ, ഒന്ന് സമാധാനപ്പെട്. കണ്ട ഇപ്പൊ അവൾ അവന്റെ സൈഡ്, പിന്നെ അവർക്ക് ഊരട്ടെ. ഊരണ്ടേ? അപ്പൊ നീ അവന്റെ സൈഡാ, അപ്പൊ ഞാൻ ഒറ്റ. ഇതിപ്പോ ഒന്നേ തുടങ്ങണം. അല്പ സമാധാനം സാറേ, സമാധാനം. നീ ഇവിടെ വന്ന് കയറിയപ്പം പോയതാണ് എന്റെ മനസ്സമാധാനം. ഇല്ലാത്ത ചോദിച്ചാൽ സ്കൂട്ടർ അറിയാൻ കയറ്റി. ഞാൻ ഊരിത്തരാം.